twice, same song, but brand new dance. I wear out my third second chance. You take my breath and I can't get it back. Might be time for me to face the facts. The best me is with you, but I know I got a lot to prove. They think we're too damaged to fix, but we're just working through a little rust. They like to say we're just young, but I know we won't give this up. Sometimes I lose my mind, and some days it's hard to find the reason why you stay by my side. You and I break our hearts open in half, just to see if we'll put them back. No matter what they try, I'll stay by your side. It's you and ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നിൽക്കുന്നത് ഊട്ടിയിലാണ് കേട്ടാ. ഊട്ടിയിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ വന്നു. ഇന്നലെ വന്നിട്ട് നേരെ ഒരു റൂം എടുത്തു. നല്ല റൂമായിരുന്നു, റൂമൊന്നും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കറങ്ങാനൊക്കെ പോവാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നോക്കുമ്പോ എന്തായിരുന്നു പ്രശ്നം? മഴ കാരണം ഒരു രക്ഷയില്ല. എന്താ അങ്ങനെ കാണിക്കണ്ടോ? എന്നാൽ ഇനി അങ്ങനെ കാണിക്കണില്ല കേട്ടാ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു. അപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി, ഇവര് കുളിക്കാണ്ട് ഡ്രസ്സ് മാറി. തീം വല്ലിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണവാണ്. അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. ഇവർ ചൂടുവെള്ളം ഉണ്ടായിട്ട് വരെ കുളിക്കണില്ലേ. അപ്പോൾ എന്താ ചെയ്യാ? ഇവർ ഈ നിലയ്ക്ക് അകലമഴിക്കൊക്കെ പോയാൽ എന്താ സംഭവിക്കുക? ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു മാസം കുളിക്കാണ്ടിരുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഒരു ദിവസം. പിന്നെ ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നില്ല, റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. വെറും 1000 രൂപയ്ക്ക് തന്ന റൂമാണ് കേട്ടോ. ഒരു വലിയ ബെഡും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബോർഡും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ TV സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓണാക്കിയിട്ട് പോലില്ല ഞങ്ങൾ വന്നിട്ട്. പിന്നെ 2 ചെയർ, ബാത്റൂമൊന്നും കുഴപ്പമില്ല. ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല ബാത്റൂമും സംഭവം. അപ്പോൾ എന്താ പറയാ, മൊത്തത്തില് ഒരാൾക്ക് ഓടി കളിക്കാൻ പറ്റിയ സ്ഥലത്തിലുള്ള ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ പറഞ്ഞ ഏറ്റവും വലിയ ബാത്റൂം വേണം. അപ്പൊ നോക്കി പിള്ളേർക്ക് ഏറ്റവും വലിയ ബാത്റൂം ഇത് തന്നെ ഞങ്ങൾ കണ്ടത്. ബാത്ത് ടേപ്പ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് അത് എന്തായാലും നമ്മൾ പോകുമ്പോ അവിടെ പുഴയിൽ ചാടുകയാണ് പോരെ. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് പുറത്ത് മഴ ചാറി നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനിയിപ്പോ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിച്ച് മെല്ലെ ഇറങ്ങാം. അതെ, നീ എന്ത് സസ്പെൻസാ കുറെ പൊളിക്കുന്നത്? സസ്പെൻസ് പൊളിക്കാൻ നിൽക്കണ്ട എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പൊ ഒരു കാര്യം ഞാൻ നേരെ താഴത്തേക്ക് വിടാം. ഇന്നലെ നിന്ന് ഹോട്ടലിന്റെ പുറത്തുനിന്നുള്ള വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ പല പല സ്ഥലങ്ങളിലേക്ക് പോകണ്ട, അതൊക്കെ സസ്പെൻസ് എവിടേക്ക് എന്നുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നീങ്ങാം കേട്ടാ. റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. റോഡിന്റെ തൊട്ട് താഴത്താണ് നമ്മൾ റൂം എടുത്തേക്കണേ. ഇതേ കാണുന്ന മലക്കടയൊക്കെ നോക്ക്, നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി തേയിലത്തോട്ടത്തിന്റെ സൈഡിലായിട്ട് അമ്മച്ചും വീടുകൾ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിട്ടുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കണതൊക്കെ. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മുത്തിന് തണക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുത്ത് നേരത്തെ തന്നെ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പുറത്തൊക്കെ നിന്ന് തണുത്ത് ഒന്ന് കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇതാണ് കേട്ടോ ഇന്നലെ നമ്മൾ താമസിച്ചത്. ഇന്നലെ അല്ല, എന്താ പറയുക, ഇന്നലെ കിടന്നുറങ്ങിയത് അങ്ങനെയും പറയാമല്ലോ അല്ലേ. ശരിയാണ്, ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ടുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പ്രാന്തനെ നമ്മളിവിടെ പാർക്ക് ചെയ്തത് റോഡ് സൈഡിൽ തന്നെയുള്ളതാണ്. എന്താ വൈറ്റ് റീജൻസിയിലെ റെസിഡൻസി, അതാണ് സംഭവം. പിന്നെ ഈ മുകളിലേക്കുള്ള ഇന്നലെ നല്ല നോക്കുമ്പോൾ ഫുള്ള് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മലമുകളിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇപ്പോൾ നോക്കിയാൽ മഞ്ഞ് വന്നിട്ട് ഒന്നും കാണാനില്ലാണ്ടായി തുടങ്ങി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ തൊട്ടടുത്ത് കാണുന്ന എല്ലാ ഹോട്ടലുകളും അടച്ചിട്ടേക്കുക. അപ്പോൾ കുറച്ചങ്ങോട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഹോട്ടലുകളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് വരാം. ഈ ചായ കുടിച്ചിട്ട് ഓക്കെ. മുത്ത് വണ്ടി കയറി അപ്പൊ തന്നെ ചോദിക്കുന്നത് കേട്ടോ, എപ്പോഴാ ചായ കുടിക്കണേ? ചായക്കട കാണാണ്ട് ചായ കുടിക്കാൻ പറ്റും മുത്തേ? ഇതെന്ത് മുത്ത നിന്റെ ഒരു ഡ്രസ്സ് ആകെ ബ്ലൂ കളറാണല്ലോ, തൊപ്പി ബ്ലൂ,
മാസ്ക് ബ്ലൂ, കോട്ട് ബ്ലൂ. അതെ, ഈ കോട്ടും നിതയുടെ മറ്റേ ഈ ഡ്രസ്സൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മള് മറ്റേ തണവുള്ള സ്ഥലത്ത് നിന്ന് മേടിച്ചോണ്ട് വന്നാട്ടെ. എവിടെയാ? മണാലിന്നൊക്കെ മേടിച്ചോണ്ട് വന്ന സാധനങ്ങളാ ഇപ്പഴാ ഉപയോഗിക്കണേട്ടാ. അത് ഇതുവരെ റെസ്റ്റ് കൊടുത്തേക്കായിരുന്നു. എന്തായാലും സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റി ഊട്ടിയിൽ വന്ന കാരണം. നിറച്ചും കോടയാണ് കേട്ടാ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. ഊട്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നിറച്ചും വഴികളാണ്. ഇതെന്തൊക്കെയാ? ഊട്ടിയിൽ തേരാപ്പാര അല്ലേ? ആ ശരിയാണ്. തിരക്കിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഏറെക്കുറെ നല്ല തിരക്കാ, ഫുൾ തിരക്കാട്ടോ. എന്തായാലും ഇത് ഊട്ടിയിൽ വരുമ്പോ ഒരു അടയാളാണ് കേട്ടോ ഈ സംഭവം അല്ലേ? അതെ, നമ്മളിപ്പോ ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ, ചർച്ച്. അങ്ങനെ നമ്മുടെ സർപ്രൈസ് പൊളിച്ചിരിക്കുകയാണ്. പോണ സ്ഥലം എവിടെയാണ്? ഗോസ്റ്റ് ഹൗസ്. അതായത് ഷൂട്ട് ചെയ്ത ആ ഒരു പാലസില്ലേ, അവിടേക്കാണ് നമ്മൾ പോണേട്ടോ. അതിലേക്ക് പോണ വഴിയൊക്കെ നല്ല രസമായിട്ടുള്ള വഴിയാണ്. അവിടെ സംഭവം അതിന്റെ ഉള്ളിലൊന്നും കാണാൻ പറ്റൂല എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോണത്. ഞങ്ങൾ അവിടുന്ന് വരുമ്പോ മുതൽ നല്ല കാഴ്ചകളായിരുന്നു വഴിയില്. പക്ഷെ കോടയും ചെറിയ മഴയുള്ളതുകൊണ്ട് ഇറങ്ങി നിന്ന് കാണിക്കാനൊന്നും പറ്റണില്ല കേട്ടോ. അപ്പൊ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ലക്ഷ്യവുമായി മുന്നിലേക്ക് നീങ്ങാണ്. നിധിയാണ് പറയണേട്ടാ മാപ്പ് ഇട്ടിട്ട്, ഇവിടെയാണ് ഗോസ്റ്റ് ഹൗസിന്റെ സ്ഥലം എന്നുള്ളത്. വേറെ വല്ല കുഞ്ഞു വീടിന്റെ ഉള്ളിലേക്ക് പോവാണോ? അതറിയില്ല. ഞങ്ങള് ഈ ഒരു അല്ലെ സാധാരണ ഊട്ടിട്ട് കാണാൻ വരുന്നവര് ഇങ്ങനെയുള്ള വഴിക്കൊന്നും വരാൻ ചാൻസ് കുറവാ. അല്ല, വന്നിട്ടുണ്ടാവും. കാരണം ഒരുപാട് റിസോർട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ളുകളിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ആൾക്കാര് കാട്ടിലുള്ള റിസോർട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴികൾ ഞങ്ങൾ നോക്കിയപ്പോ കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പൊ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു പ്രത്യേക അനുഭവം. നമ്മൾ ഈ മറ്റെന്താ പറയാ ബോട്ടിങ് കണ്ടു, അല്ലെങ്കിൽ ബോട്ടിങ്ങിൽ കയറാൻ പോയി. അതുപോലെ പിന്നെ എന്താ പറയാ ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെ ഗാർഡനുകളൊക്കെ കാണണം. പക്ഷെ ഇവിടെ വരുമ്പോ ഇങ്ങനെ ഉള്ളേരികളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടത്. ഈ തടിയാണ് അന്ന് ഗോസ്റ്റ് ഹൗസിൽ വഴി ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് അറിയില്ലേ? ഇല്ല, അറിയില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. അതെ, പിന്നെ നിങ്ങൾ ഇവിടെ റിസോർട്ട് എടുക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ റേഞ്ച് നെറ്റ് ഒന്നും കുറവാട്ടോ. ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോ റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ. അമ്പലാണത്, ചെറിയ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ് എന്തായാലും. കാടിന്റെ ഉള്ളിക്കട ഞങ്ങൾ കൊറേ ആയി ഇങ്ങനെ വരുന്നു. നല്ല അടിപൊളി സ്ഥലത്തിന്റെ ഉള്ളിക്കട കേട്ടോ. അടിപൊളി സ്ഥലമാണല്ലോ അല്ലേ? അതെ, നമ്മൾ എത്തിട്ടോ ഗോസ്റ്റ് ഹൗസിന്റെ സ്ഥലം എത്തി. സ്ഥലം എത്തിണ്ട് കേട്ടോ. സ്ഥലത്തി ഇതാണ് ഗോസ്റ്റ് ഹൗസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഗോസ്റ്റ് ഹൗസ് എന്നല്ല, എന്തോരം സിനിമകളാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അത്രയും സിനിമകള്. അതാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഏതൊക്കെയാണ് വേറെ നമ്മുടെ അല്ല, അത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോ അവിടെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കല്ല് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലം. പിന്നെ എനിക്ക് തോന്നുന്നു ദില്ലി വാല, രാജകുമാരൻ എന്ന് വേണ്ട, കളിപ്പാട്ടം, പിന്നെ ഒരുപാട് സിനിമകൾ ഇവിടെ തന്നെയാണെന്ന് പറയണു. നിതേ പറഞ്ഞില്ല, കുബേരൻ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഗേറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. ഗേറ്റ് നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിൽ കൂടെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റില്ല. പിന്നെ ഗോസ്റ്റ് ഹൗസ് പോലെ തന്നെയായിട്ട് തോന്നുന്നത്. ഉള്ളിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇല്ലേ, ഇത് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള വീടുകൾ. പിന്നെ ഇത് എന്താ ഇത് എഴുതി വെച്ചേക്കണ ഇംഗ്ലീഷില്? നവനാഗർ പാലസ്. ഓ, നമ്മുടെ കൂട്ടത്തില് വിദ്യാഭ്യാസമുള്ള ഒരാൾ പോലും ഇല്ല ദൈവമേ. ഒരു ഇംഗ്ലീഷിലുള്ള പേര് പോലും വായിക്കാൻ അറിയണില്ല. ഇവനൊക്കെ സ്കൂളിൽ വിട്ട കാശ് എന്റെ പോയില്ല ദൈവമേ. പിന്നെ ബിവെയർ ഓഫ് ഡോഗ്സ്. ഡോഗ്സിനെ പേടിക്കണ്ട. പിന്നെ ഇവിടെയും പൂട്ടിയിട്ടുണ്ട്. ഡോഗ്സിനെ പേടിക്കണ്ടെന്നല്ലേ മുത്തേ? ഇവിടെ ഡോഗ്സ് ഉണ്ടെന്നാണ് അർത്ഥം. എന്തെങ്കിലും ആവട്ടെ, പറയണതൊക്കെ പകുതി തെറ്റാ. അത് ഇവിടെ കണ്ട പൂട്ടിയിട്ട് കേട്ടോ. അപ്പൊ കിണറ് അപായം സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെയുള്ള കാഴ്ച. അപ്പൊ ഗോസ്റ്റ് ഹൗസിന്റെ ഓടുള്ള വലിയ കൊട്ടാരം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാന്തന് ഇവിടെ കിടക്കട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നടന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പന്റെ ഗ്ലാസ്, അപ്പൻ ഓൾ ഇന്ത്യ ഇപ്പൊ മേടിച്ച ഗ്ലാസ്. മണാലിയിലത്തെ സെറ്റർ അടിപൊളി സാധനട്ടാ. അതെ, നല്ല തണവ് നിൽക്കാണ്ട് ചൂട് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. മണാലിയിൽ ഇതിന്റെ ഇരട്ടി
വെച്ച് പോവാ. അതാണ് മണാലിയിലത്തെ കോട്ട്. എന്തൊക്കെ തള്ളണത് പോൻ. നമ്മുടെ പ്രാന്തനെ നമ്മള് ദേ അവിടെ ഒതുക്കിയിട്ട് വഴിക്ക് വീഴും കേട്ടോ. ടാറിട്ടിട്ടുള്ള റോഡാണ്. അപ്പൊ നമ്മൾ ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് ഈ വഴിക്കിടെ നടന്നു പോവാണേ. നോക്കൂ ഗായ്സ്, പൈൻമരം നോക്കൂ ഗായ്സ്. തെറ്റിപ്പോയി ആദ്യം പറഞ്ഞത്. ഞാനിന്ന് വെള്ളിയാണല്ലോ ദൈവം മേടിക്കുന്നത്. എന്താ പറ്റിയാണോ? പല്ലേച്ചു പാടുന്നു. പൈൻമരത്തിന്റെ ഉള്ളിലേക്കിടെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലത്തേക്കടെ, നല്ല തണവും. അയ്യോ, മാസ്ക് നമ്മൾ അവിടെ ഇല്ല വെച്ചേക്കണേ. മാസ്ക് വെച്ചില്ലെങ്കിൽ ഇനിയിപ്പോ പോലീസ് പിടിക്കുവോ? ഇവിടെ ആരും ഇല്ല. നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കായിട്ട് നടക്കുന്നത്. വെറൈറ്റി സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ഊട്ടിയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കണത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടിയിലൊക്കെ വരാൻ പറ്റുന്ന ഉൾ സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിട്ട് നല്ല രസമാണ് അല്ലേ മുത്ത? ഞാൻ പറയട്ടെ, നിങ്ങൾ ഊട്ടിയിൽ വരുമ്പോ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് കേട്ടോ ഈ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. മഞ്ഞപ്പൂ, വീണ്ടും നമ്മൾ ആ മഞ്ഞപ്പൂവിനെ കണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട് മഞ്ഞപ്പൂ ആ തന്നെയല്ല ഈ തണവുള്ള സ്ഥലത്ത് വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നിറച്ചും പൂക്കള് അല്ലേ? നിറച്ചും പൂക്കള് ഉള്ള മരങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതെന്തത് തലയൊക്കെ കുനിച്ചിട്ടാണല്ലോ കിടന്ന് പോണത്. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാവും. നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാവും എനിക്ക് തോന്നുന്നു. മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. എന്താവും മുത്തേ? ഈശ്വരാ, നാശത്തിലേക്കാണോ ഞങ്ങൾ പോകുന്നത്? മരൊക്കെ വീണ് ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മുത്തിന് കുനിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് മാത്രമാണ് കുനിയേണ്ട ആവശ്യം വന്നുള്ളൂ. കണ്ടില്ലേ എന്താ കുനിഞ്ഞ വരണ? ഓക്കെ, വളരെ ദയനീയ അവസ്ഥയായിരുന്നു മുത്ത് പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇതാണ് എൻട്രൻസ്, ഇവിടെയും പൂട്ടിയിട്ടേക്കാണ്. ഇനി ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗേറ്റ് പൂട്ടി കിടക്കണത്ത് എന്ന് അവിടെ ഓളിയിട്ടിട്ടൊന്ന് ചോദിച്ചു നോക്കാം, ആരെങ്കിലും ഉണ്ടോ, ഞങ്ങൾക്കൊന്ന് ഉള്ളിൽ കയറാൻ പറ്റുമോ? മുത്തേ പോരെ, ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വണ്ടി ഇവിടെ ഗേറ്റിൻ്റെ മുന്നിലിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരു അണ്ണനുണ്ട്, വാച്ച്മാൻ. അപ്പോൾ അണ്ണനോട് ചോദിച്ചു ഉള്ളിൽ കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അണ്ണൻ പറഞ്ഞു ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അണ്ണ പേരെന്നാണ്? என் பேர் சந்திரன். ചന്ദ്രൻ. ഏതൊക്കെ പടം ഇവിടെ പിടിച്ചിട്ടുണ്ട്? இதுல பிடிச்சிருக்கிறது வந்து இன் கோஸ்ட் ஹவுஸ், ஆதிரன், தாளோட்டம், அதுக்கப்புறம் அப்போ இப்போ வந்து இது அங்கமா 2 எடுத்திருக்காங்க. அது வந்து மலையாളം டப்பிங். എന്തായാലും കുറേ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് വരാൻ പറ്റിയത്. നമ്മുടെ കാർ ദേ അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ പുറത്ത് എന്നിട്ട് അടിപൊളിയായിട്ട് ഉള്ളിലേക്ക് ഗേറ്റ് ഒക്കെ തുറന്ന് നമ്മൾ ഒരിക്കലും ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ആളെ സഹായിച്ചു അണ്ണാ, താങ്ക്സ് ഇട്ടാ. അപ്പൊ മുത്തിനൊക്കെ ഹാപ്പി ആയി കാണാനായിട്ട്. ഇനിയിപ്പോ നടന്ന് ഇങ്ങനെ പോണം കേട്ടോ അതിന്റെ ഉള്ളിലേക്ക്. ഈ അണ്ണൻ ഇവിടെ 65 വർഷമായിട്ടുള്ള ആളാന്ന് പറഞ്ഞ എല്ലാ സിനിമ നടന്മാരും പത്തില്ലേ? ஃபர்ஸ்ட் படம் வந்து இது அரஞானம். அதுக்கப்புறம் தேனும் வயமும். അപ്പോ ഷൂട്ട് பண்ணிருக்காங்க. എന്തായാലും എല്ലാ മലയാള പടം സ്വത്ത് അങ്ങനെ കുറേ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് കാണാൻ പറ്റിയത് ഭാഗ്യമായി. ഇപ്പൊ ഞാൻ ചെരിച്ചിട്ട് ഇനിയിപ്പോ ആ വ്യൂ നിങ്ങളെ കാണിച്ചു തരാൻ പോട്ടെ. നോക്കൂ, കണ്ടോ അടിപൊളി. അതിരനൊക്കെ ഇവിടെയാണെന്ന് മുത്തേ, ഹാപ്പി ആയില്ലേ? ഓഹോ അടിപൊളി. ഇത് അണ്ണാ ഇത് എവിടെയുള്ള അണ്ണാ ഇത് എവിടെയുള്ള ആളുടെ ചൊല്ലിയാണ്? ഗുജറാത്തിലല്ലേ? ഓഹോ, എന്തായാലും അടിപൊളി ഒരു വ്യൂ. എത്ര ഏക്കർ? 18 ഏക്കർ അല്ലേ? അടിപൊളിയാണ് കേട്ടോ. നീ നോക്കിയേ അകലെ നിന്നുള്ള വ്യൂ. എത്ര സിനിമയിലെ കൊട്ടാരവും അതുപോലെ തന്നെ ഹോസ്പിറ്റലും അങ്ങനെയുള്ള ഫുൾ സംഭവങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു സാധനം. ഇനി അകത്തേക്ക് പോകട്ടെ. നമുക്ക് അകത്തൊന്നും കാണാൻ പറ്റില്ല. മുത്തേ ഡോഗ് ഇങ്ങ വാ. கேட்ல பாத்தியா பிஹேவியர் ஆஃப் டாக். நாய் இருக்கு, கிட்ட போக முடியாது. വളർത്തുന്നതാണോ? இந்த பக்கம் നടക്ക முடியுமா? ശരി. അപ്പോ ഇവിടെ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അല്ലേ അണ്ണ? അപ്പൊ കൊറോണ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ട് ചെറുതായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കണ്ടിട്ടോ. അതേ സീനി അങ്ങനെ എന്താന്ന് തോന്നണു. നല്ല പൂകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കെട്ടിടം പെരുസാ? இது இந்த கட்டடம் எத்தனை? வந்து 200 வருஷம்
200 വർഷം പഴക്കം. 200 വർഷം ആ പഴക്കം. അതെ അല്ലേ. ഓഹോ കേട്ടില്ലേ, 200 വർഷം പഴക്കമുള്ള സാധനമാണ്. എന്തായാലും അതേ പഴമ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നേക്കാണ് കേട്ടോ, അടിപൊളിയായിട്ട്. ആ അത് അതിരനില് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഇതാ കണ്ടോ. അടിപൊളിയാണ് കേട്ടോ. അങ്കമാ 2 മലയാളം ഡബ്ബിങ്. എന്താ പടം ശരിയാ ஞாபகம் இல்லை எனக்கு. ഓക്കെ. ഗോസ്റ്റ് ഹൗസില് അവിടെ ആയിരിക്കും ഗേറ്റ് വെച്ചല്ലേ. அங்க கேட் இருக்கும், இங்க இருந்து வந்து ஒரு மரம் விழும். ഓക്കെ അതൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ. ഈ സിനിമയ്ക്ക് അതെ അല്ലേ, ഫൈബർ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ, ഫൈബർ ആയിരുന്നു പറഞ്ഞേട്ടാ. അതെ അല്ലേ. നിത ഈ ചേട്ടനായിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിട്ടാ. ഞാനേ അത് ഇതൊക്കെ നോക്കണതിന്റെ ഇടയ്ക്ക് ആളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഫൈബറിന്റെ ആയിരുന്നു മരം വരെ. അപ്പൊ എന്തായാലും ഇതേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റി, നമ്മുടെ ഭാഗ്യമായി. സാധാരണ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ. കറക്റ്റ് ടൈമിന് ദൈവത്തെ പോലെ ചേട്ടനെ കണ്ടെത്തി, അതാണ് കാര്യം. உள்ள விட்டுறது இல்ல, யாரையுமே நோ என்ட்ரி இங்க, யாருக்கும் அலௌட் இல்ல. இப்ப ஷூட்டிங் ஸ்டாப் பண்ணிட்டு. ஓகே ஓகே ஓகே. அதுக்காகத்தான் சரி கேட்டு இதை சின்ன பசங்க இருக்காங்க அப்படின்னு சொல்லிட்டு நான் கேட்டுட்டு நான். ശരി 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 புரியுதா. അപ്പൊ അങ്ങനെയാണ് കേട്ടോ വിശേഷങ്ങള്. ഓർക്കിഡാണത്. ആ നിറച്ചും ഓർക്കിഡാണ് കേട്ടോ. കണ്ട ഓർക്കിഡാന്ന് തോന്നില്ല, നല്ല അടിപൊളിയായിട്ട് നിൽക്കണേ മരത്തമ്മിലേക്ക്. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, കൊറോണ ഇഷ്യൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഫോൺ നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞെന്ന് വെച്ചാൽ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കുക, എന്നിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ആ സൈഡിൽ പട്ടികൾ അയച്ചു വിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ മാനേജറും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ളിൽ കയറി കാണിക്കാനും പറ്റില്ല, ഇവിടെ അധികം നിന്ന് നമുക്ക് പെരുമാറാനും പറ്റില്ല. എന്തായാലും ഇത്ര തന്നെ നമ്മുടെ ഭാഗ്യം. കുറേ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റിയില്ലേ മുത്തേ ഇവിടെ. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ്. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് കണ്ടോളാം. ഇങ്ങനെയൊരു അടിപൊളിയാണ്. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി കെട്ടിയതായിരുന്നു കേട്ടോ. കുറേ സിനിമകൾ പിടിച്ചിട്ടുണ്ട്, ഒരു 100 കണക്കിന് സിനിമകൾ പിടിച്ചിട്ടുള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്കിത് കാണാൻ പറ്റി. ഇവിടെ നേരിട്ട് വന്നിട്ട് അതിരനാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഇവിടെ ഓർമ്മ വരുന്നത്. അതിരൻ അല്ലേ, ആ കൂടാരം അല്ലേ. എന്തായാലും അടിപൊളിയായി. നമ്മുടെ ആ താളവട്ടം നമുക്ക് ഓർമ്മയില്ലാത്ത സാധനമായിരുന്നു താളവട്ടൊക്കെ അല്ലേ. இப்போ இது அரஞானம் இல்ல, இன்னும் ஒண்ணு இருக்கு புதுசா. கிழக்கும் கிழக்கும் കിലുക്കം കിലുക്കം. ഒരുപാട് സിനിമകളിൽ ഉണ്ട് കേട്ടോ സാധനം. നമ്മളിപ്പോ ആള് പറഞ്ഞപ്പോഴാണ് പഴയ സിനിമകൾ. ഊട്ടിപ്പട്ടണം അല്ലേ. മലയാളം ரொம்ப പടം പിടിച്ചിരിക്കില്ലേ. എന്തായാലും ഇവിടെ വന്നു ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇനി ഉള്ള നെക്സ്റ്റ് ടൈം വരുമ്പോ ഉള്ളൊക്കെ പാക്കാം. അതൊക്കെ ജാസ്തി ആൾക്കാരൊന്നും കൂടുതൽ വിളിച്ചു വന്നു കഴിഞ്ഞാൽ എണ്ണം കാണിക്കില്ല എന്ന് പറയണത് കേട്ടാ. താമസിക്കാൻ റിസോർട്ട് അപ്പടിയൊന്നും ഇല്ല അല്ലേ. ഇല്ലില്ല. അപ്പൊ വന്ന് കണ്ടു പോവാ, അത്ര മാത്രം കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി റൂട്ടാണ്. ഇങ്ങനെ ഇനി നമ്മൾ നടന്ന് നമ്മുടെ വണ്ടി അവിടേക്ക് പോവാ കേട്ടോ. അപ്പൊ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഞങ്ങള് കണ്ടു കഴിഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. ദേ ഇവിടെ നിൽക്കാണ് അണ്ണ. എന്താ ഗേറ്റ് ഒക്കെ പൂട്ടി പോകണം. അണ്ണാ ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് ടൈം പാക്കലാം. അപ്പൊ ഞങ്ങള് വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാണ് കേട്ടാ. നെക്സ്റ്റ് സ്ഥലം എവിടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ വെറൈറ്റി ഉള്ളത് ഉണ്ട് നിത. ഒളിമ്പ്യൻ ആന്റണി ആദം. അതെവിടെ? സ്കൂൾ. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ മുത്തിനെ എന്തായാലും ഞങ്ങൾ അവിടെ ചേർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1 കോടി രൂപ ലോട്ടറി അടിച്ചാലും നമുക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം 10 കൊല്ലം പഠിക്കുമ്പോ എത്രയാ? 1 കോടി 10 ലക്ഷം രൂപ അല്ലെ. ഒരു കൊല്ലത്തേക്ക് 12 ലക്ഷം. 1 കോടി 20 ലക്ഷം രൂപയാണ് കേട്ടോ അവിടെ. ഒരു കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞതാണ്. അത്ര 3 കൊല്ലം 2 കൊല്ലം മുന്നേ കഴിഞ്ഞ കൊറോണയ്ക്കൊക്കെ മുന്നേ ആ സമയത്ത് പഠിപ്പിച്ച് മടുത്തു. വീട്ടിൽ ഇവനെ പഠിപ്പിക്കാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അലമ്പാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ബോർഡിങ് ഇങ്ങനെ ആക്കി പഠിപ്പിക്കാലോ എന്ന് വിചാരിച്ചു. ഇവിടേക്ക് വിളിച്ച് ചോദിച്ചപ്പോ എന്റെ ഒറ്റടിക്ക് പോകാതെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇനി ഭാവിയിലേക്ക് ഇവൻ വല്ലതും ആവുകയാണെങ്കിൽ ആ സമയത്ത് ചെലവാവണ പൈസ. അങ്ങനെ ഞങ്ങളൊരു പ്ലാനൊക്കെ ഇട്ടതായിരുന്നു ഇവനെ ബോർഡിങ്ങിലാക്കിയിട്ട് കറങ്ങിയടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു ചോദിച്ചപ്പോൾ 1.5 കോടി രൂപ 1.25 കോടി രൂപ എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ചെറുതായിട്ട് ഞാൻ ബോധം കിട്ടി വീണിട്ട് നിത 2 ദിവസം കഴിഞ്ഞിട്ട് പോയി വന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആ ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുത്തിന് വേണ്ടിയിട്ട് ഉണ്ടായി. മുത്ത് പല പല ഫോട്ടോസ് എടുത്ത് പൊരിക്കുന്നേട്ട വൻ ഭയങ്കരാണ്. വൻ ഭയങ്കര വീണ്ടും നെക്സ്റ്റ് പോണത് ഗുഡ് ഷെപ്പേർഡ്. ഗോസ്റ്റ് ഹൗസിന്റെ ബാലൻസ് ആണ് ഈ കാണുന്നത്. അതായത് പഴയ പ്രീമിയർ പത്മിനിയാണോ ഈ വണ്ടി?
അയ്യോ ഇതിന് എംബളവും കാര്യങ്ങളൊന്നും ഇല്ല, ഉപേക്ഷിച്ചിട്ടൊരു വണ്ടി. ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി, അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തിയതാണ്. മുത്തിന് ഇഷ്ടായില്ല ഇത് ഈ വണ്ടി? അതൊന്നും പിടിച്ച് പൊട്ടിക്കരുത്. ഇനി സ്റ്റിയറിംഗ് പേര് കാണുന്നില്ല, എന്നാലും പ്രീമിയർ പത്മിനി ആവുമെന്ന് വിചാരിക്കണു. എന്തായാലും തുരുമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എൻ്റെ അമ്മ, ഈ വണ്ടി ഒന്നിനും കൊള്ളില്ല. അല്ലെങ്കിൽ നന്നാക്കി എടുക്കായിരുന്നു. 100 രൂപയ്ക്ക് പോലും മേടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു രക്ഷയില്ലെന്ന് പറയില്ലേ, പുരസ്കാരമായിട്ട് അല്ലേ? ഈ തുരുമ്പൊന്നും കളയാനും പാടില്ല. എന്നിട്ട് വേണം അതിന് പോയിസൺ അടിച്ചിട്ട് നമ്മള് എന്താ പറയാ ഹോസ്പിറ്റലാവാനായിട്ട് അല്ലേ? ഇത് തുറക്കണ എങ്ങനെയാ? ഇവിടുന്ന് നിൽക്കുന്നൊക്കെ തുറന്നു കഴിഞ്ഞാൽ അത് തുറക്കണ്ട. അത് ഇവിടെയാണ് ഇതിന്റെ വിജാഗിരി. അപ്പൊ ഇങ്ങനെ തുറന്നു വരിക. തുറക്കലയുടെ മുത്തേ. അതെ, അതുപോലെ ഇവിടെയും കണ്ടോ ലോക്ക്. ഇവിടുന്ന് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട്, അവിടെ നിന്ന് തുറന്നാൽ ഇങ്ങോട്ട്. ഗിയർ കണ്ടോ? അതേപോലെ ഇതിന്റെ എവിടെയാണ് നോക്ക്, അതാണ് അതിന്റെ ഗിയർ. അതറിയില്ല നീ? അങ്ങനത്തെ ഗിയർ കണ്ടിട്ടില്ല? കൈമ ഗിയർ ഉള്ളത്. നല്ല അടിപൊളി കാഴ്ച അല്ലേ? ഗ്രില്ലൊക്കെ തുരുമ്പെടുത്ത് പോയി. ഹെഡ്ലൈറ്റ് ഇല്ലടാ, ഒരു വയറ് മാത്രം കിടക്കണ്ട അതിനകത്ത്, വേറെ യാതൊന്നുമില്ല അല്ലേ? അങ്ങനെ വെറുതെ റോഡ് സൈഡിൽ കിടന്നായിരുന്നു ഒരു കാറിന്റെ ബോണറ്റാ പൊക്കിട്ടോ മുത്ത്. പൊക്കിയതൊക്കെ നീയാ. ഇനിയിപ്പോ പോലീസ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിന്നെ തന്നെയാ പിടിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ പറയും നീയാന്ന്. അയ്യോ ഇതിന്റെ നോക്കിയേ, എഞ്ചിനൊന്നും ഇല്ല കേട്ടോ. എഞ്ചിനൊക്കെ ഊരിയെടുത്ത് കൊണ്ടുപോയി. 2 ഹോൺ ഉണ്ട്, പെട്ട ഹോൺ, റൂട്ട്സിന്റെ ഹോൺ ഉണ്ട്, പിന്നെ സ്റ്റിയറിംഗ് ബോക്സ് ഉണ്ട്, പിന്നെ കുറച്ച് വയറിംഗ് ഉണ്ട്, പിന്നെ ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വേറെ യാതൊന്നുമില്ല. ഇതിങ്ങനെ എഞ്ചിൻ റൂം കാലിയായിട്ട് കിടക്കുക. മുത്തിന്റെ ലംബോർഗിനി കൊണ്ട് നിന്റെ അടുത്ത് കൊണ്ട് വെച്ചു കേട്ടോ. ലംബോർഗിനി എന്തായാലും ഈ കാഴ്ച കാണാൻ പറ്റില്ല. നല്ല വണ്ടി ഇങ്ങനെ കിടക്കണം. പട്ടാളത്തിൽ പോയി കാണായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വണ്ടി കിടക്കണം കാണുമ്പോഴേ അതിന് പ്രത്യേക ത്രില്ലേ. അപ്പൊ അത് കാരണം ഞങ്ങൾ നിർത്തിയതാണ്. അടച്ചോക്കി കാര്യങ്ങൾ കഴിഞ്ഞു. അടച്ചോ അതാ അവിടേക്ക് തന്നെ പോയി ഞാൻ ചെയ്യാം. ഇവിടെ ഇതിന് സ്വിച്ച് ഉണ്ട് കണ്ടോ? നോക്കി, ഇത് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുമായിരുന്നു ശരിക്കും. അടച്ചു നോക്കി. ബോണറ്റ് അടച്ചു. അപ്പൊ കഴിഞ്ഞു. അപ്പൊ നേരെ ഞങ്ങള് ഗുഡ് ഷെപ്പേർഡ് അത് കാണാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. ചെറിയ മഴ വീണ്ടും ചാരി തുടങ്ങി ഗൈസ്. കുതിര ആരും ഇല്ലാണ്ട് റോഡിക്കടെ നമ്മുടെ നാട്ടില് പശുക്കൾ നടക്കണ പോലെ കുതിര നടക്കണു. ഇതിനെയാ? നിനക്ക് വേണമെങ്കിൽ കുതിര പുറത്ത് കയറി ഇരുന്ന് പോടാ. നീ അടുത്ത കുതിര, അതേ വേറെ കുതിര പോണു കണ്ടോ? ഒരു കഴുത വണ്ടി ഓടിക്കണു. കോമഡി നീ ഇത് കോമഡി അടിച്ചു തുടങ്ങി. അവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. ഇനിയിപ്പോ നീ മങ്കീന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചത് ആണോ? റെസ്റ്റോറന്റ് ഉള്ളോ കണ്ണ? ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കണം അല്ലേ? ഗായ്സ്, ഊട്ടി റെയിൽവേ സ്റ്റേഷൻ എത്തി. എനിക്ക് എങ്ങനെ മനസ്സിലായി അറിയാമത്തിന്? കൊടി. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇത്ര വലുതായിട്ടുള്ള കൊടി ഉണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ പൂട്ടിയിട്ടൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ട്രെയിൻ ഓടുന്നില്ല കേട്ടോ. ഇപ്പൊ ഇവിടേക്ക് ട്രെയിനിന്റെ ഓട്ടം നിലച്ചേക്കാണ്. കൊറോണ കാരണം നിർത്തി വെച്ചിരിക്കും ട്രെയിനൊക്കെ. ആ ഊട്ടി ട്രെയിൻ ഇല്ലേ? കൊടി കാണിച്ചു കൊടുക്കുക. കൊടി കണ്ടോ? കൊടിയൊക്കെ കാണിച്ചു. മുത്താണ് ഈ കൊടി കണ്ട അപ്പ ജയ് ഹിന്ദ് പറയുകയും ചെയ്യും. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം, അതാണ് ഫസ്റ്റ്. വിശക്കുന്നല്ലോ ഭക്ഷണം തായോ. ഇതാണ് ഗായ്സ് കോയമ്പത്തൂർ സിറ്റി. അല്ല, ഊട്ടി സിറ്റി. രാജീവ് ഗാന്ധിയുടെ പ്രതിമ ഊട്ടിയിലത്തെ. രാജീവ് ഗാന്ധി ഊട്ടിയിലെത്തിയപ്പോ ഞാൻ പറയാ അതേ ഗായ്സ് കോയമ്പത്തൂർ ബോട്ട് ഹൗസ് എന്നൊക്കെ കാണിക്കുന്നത്. അപ്പുറത്താണ് ബോട്ട് ഹൗസ്. ഊട്ടി ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലാം അടുത്തടുത്താണ് കേട്ടോ. ഊട്ടിയിൽ വന്നിട്ട് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം എന്തിനാണെന്നറിയോ? സ്വീറ്റ് കോൺ. അത് ശരിയാ, നമ്മളിപ്പോ കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ആദ്യം ഫുഡ് ചായക്കട ഉണ്ട്. എന്തായാലും ഊട്ടിയിലെ കാഴ്ചകളും കണ്ട് നമ്മൾ അങ്ങനെ യാത്ര പോവുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടി നോക്കി കൃഷി സ്ഥലമാണ് കേട്ടോ. അവരുടെ ഇങ്ങനെ തട്ടുകെട്ടായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇതില് ഉള്ളി നട്ട് വെച്ചേക്ക ഫുള്ള്. 2 ചേച്ചിമാര് ഇങ്ങോട്ട് അവിടെ ഉള്ളി നടുകയാണ് കേട്ടോ ഫുള്ള്. ഞങ്ങൾ ബോട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാണ്ട് ആദ്യം ഈ വക കാര്യങ്ങളൊക്കെ കാണുകയാണ് കേട്ടോ ഗൈസ്. ക്യാബേജ് ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ. അതുപോലെ ക്യാബേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടായിട്ട് കൃഷി ചെയ്ത് പോകട്ടെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിർത്തി ഇതൊക്കെ ഓരോന്ന് കണ്ടുപോവാ. നിറച്ചും ചേച്ചിമാര്, ചെറിയ മഴ ചാറുണ്ട് എന്നാലും അതൊക്കെ വക വെക്കാണ്ട് ചേച്ചിമാര് നേരത്തെ എന്താ പറയാ ഷീറ്റാ
ടാർപ്പായ അല്ല, അതിനെന്നിട്ട് വേറെ പറയും. റെയിൻ കോട്ട് എന്ന് ചോദിച്ചാ ടാർപ്പായാന്ന്. എന്ത് ഉത്തര ദൈവമേ വരുന്നേ, മിണ്ടാണ്ടിരുന്നാ മതിയായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് പോവായിരുന്നു. അതിന്റെ ഇടയ്ക്ക് വിശപ്പ് തലക്ക് അടിച്ചപ്പോ ടാർപ്പായ എന്താ റെയിൻ കോട്ട് എന്താന്നുള്ളത് മനസ്സിലാവാണ്ടായി. മുത്തിന് വിശന്നിട്ട് ഒരു രക്ഷയില്ലാന്ന് അല്ലേ? അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇനി ഫുഡ്. അതിന് ഹോട്ടലിൽ കാണുന്നില്ല ഗൈസ്. ഫുഡ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക മുത്ത് എപ്പോഴും ഫുഡ്. അയ്യോ, ഞങ്ങള് കൊറേ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമായി. നമ്മള് കുബേര സിനിമയിലും അതുപോലെ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മളാ കൊട്ടാരം കാണിക്കുമ്പോ അതിന്റെ പുറത്തുള്ള ഓരോ കാഴ്ചകള് കാര്യങ്ങളൊക്കെ കാണുമ്പോ അതിന്റെ തൊട്ട് മുന്നിലാണോ നമ്മൾ ചീത്ത പറയുന്നു കൊട്ടാരത്തിന്ന്. അതുപോലെ തന്നെ മറ്റേ റോട്ടിക്കടെ പോകുന്ന വണ്ടിയൊക്കെ മറ്റേ താളവട്ട സിനിമയില് കേറി വരുന്നു. എന്തൊക്കെ ഇത് എവിടെയാണ് ഓരോ ആൾ സഞ്ചാരം ഇല്ലാത്തൊരു സ്ഥലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. തേയിലത്തോട്ടം നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടം ഇങ്ങനെ കാണാം. നിങ്ങൾ കണ്ടോ ഗായ്സ്, നല്ല അടിപൊളി സ്ഥലം കണ്ടോ ഗായ്സ്. തേയിലത്തോട്ടമാണ് മോളിൽ, പക്ഷെ താഴത്ത് തട്ടുതട്ടായിട്ടുള്ള കൃഷിയും നല്ല വീടുകളും നല്ല സ്ഥലങ്ങളും. ഞങ്ങൾ ഗായ്സ് ദേ നോക്കൂ, അകലയിലേക്ക് നോക്കൂ. ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂൾ. നമ്മൾ ഇത്ര അകലേന്നാണ് ആ സാധനം കണ്ടത്. ഇനി അടുത്തേക്ക് പോയിട്ട് ഗേറ്റ് തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മുത്തിനെ ചേർക്കാനെന്നുള്ള വ്യാജേനയാണ് നമ്മൾ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ആ സ്കൂള്, ഗുഡ് ഷെപ്പേർഡ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ കണ്ടോ മോനെ? കേട്ടാ, നിനക്ക് ഇവിടെ അല്ലടാ പഠിക്കണ്ടെന്ന് പറഞ്ഞു. നിനക്കിവിടെ പഠിക്കണ്ടെന്നാണോ പറയണ മുത്തേ? അതില് സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടാ, എല്ലാ സംഭവം ഉണ്ട്. ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് ചോദിച്ചു നോക്കി നോക്കാം. ഓ, ഇത് നിക്കുന്ന ലൊക്കേഷൻ അല്ലേ, അടിപൊളി ലൊക്കേഷൻ ആട്ടാ. വാച്ച്മാനാണ്, ചോദിച്ചു നോക്കി. ഓക്കെ, അപ്പൊ നമ്മള് ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന്റെ എൻട്രി വന്ന് അവസാനിപ്പിച്ചേക്കാണ്. നമുക്ക് ബസ്സസ് ഒക്കെ എടുക്കണ്ട, ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ട. നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റിയോട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഇവിടെ ഓൺലൈൻ പ്രോസസ്സിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇപ്പൊ നടക്കണില്ല. അത് തന്നെയല്ല, മഴ കാരണം നമുക്ക് ഇവിടെ ഇറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയായിട്ടോ. നിറച്ചും മഴയാ. ഉള്ളിൽ കയറി കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് പെർമിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി കാണാം എന്ന് പറഞ്ഞാൽ പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ പെർമിഷൻ എടുക്കാൻ ഓൺലൈനിലാണ്. അതൊന്നും ബുദ്ധിമുട്ടുള്ള കേസല്ല. പക്ഷെ ഇപ്പൊ മഴയും കൊറോണയും ആയതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നടക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഗുഡ് ഷെപ്പേർഡ് സ്കൂള് പുറത്തുനിന്ന് കണ്ടു. ഉള്ളിലത്തെ വശങ്ങളൊന്നും കണ്ടില്ല. അതെ, ഇവിടെ എഴുത്തുണ്ട് ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂൾ. അത് തന്നെ. അതുപോലെ തന്നെ സ്കൂളിന്റെ ഗ്രൗണ്ട് കാര്യങ്ങള് ഹോസ്റ്റല് സകല സാധനം അതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ സംഭവം സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല ഇതിന്റെ ഒരു വ്യൂ നോക്കിയാൽ നേരെ താഴത്തേക്ക് നല്ല വാല്യൂകളും നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാ. വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് നോക്കണ എന്റെ മുഖത്തേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ആ കാണുന്നതുണ്ടല്ലോ, അത് ടീച്ചേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. ടീച്ചേഴ്സ് നിൽക്കണം. അപ്പൊ ഞങ്ങള് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് മഴ കാരണം ഞങ്ങള് ഇവിടെ ഇരുന്ന് തിരിച്ചു പോവാണ് കേട്ടോ ഗൈസ്. ഇരുന്ന വഴിക്ക് ക്യാരറ്റ് കൊണ്ടുവരുന്ന ലോറി കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ വണ്ടിയിൽ നിറച്ചും ക്യാരറ്റാണ്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് കിടന്നോട്ടെ. അപ്പൊ ഇതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഇതിന്റെ യൂണിറ്റ് ഒക്കെ കാണാൻ വേണ്ടിട്ട് കയറിയതാണ്. സംഭവം ഇവിടെ നിറച്ചും ക്യാരറ്റ് വണ്ടികൾ വന്ന് നിൽക്കുക. ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം തന്നെ 2 വണ്ടി വന്നു. അപ്പൊ ഇത് കൊണ്ടുപോ ഇതേപോലെ ഇരിക്കുക കണ്ടോ, ചെളിയായിരിക്കും ഫുള്ള്. ഇതിങ്ങനെ കാക്കുമ്പടി കൊണ്ടുവന്ന് ഈ 11 സ്ഥലത്തിലേക്ക് ക്ലീനിങ്. ഇത് 3 പ്രാവശ്യത്തെ പ്രോസസ്സിംഗ് ഉണ്ട്, പോളിഷിങ് വരെയുണ്ട് സംഭവം. ആദ്യം കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളമടിക്കും, പിന്നെ ഇതിൽ തരം തിരിക്കും. അതായത് വലിയ ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ഒക്കെ തരം തിരിച്ചിട്ടാണ് കേട്ടോ. ഇതിൽ കൃഷ്ണറിലേക്കൊക്കെ ആ നെറ്റിൽ പോവില്ലേ, അതേപോലെയാണ് അവിടെ കണ്ടോ. മറ്റേ ഇതൊക്കെ കണ്ടോ കളഞ്ഞിട്ടോടെ കൊണ്ടുവരുന്നത്. ഇവിടെ വെള്ളം ഇങ്ങനെ ഇടുന്നുണ്ട്, ചെളിവെള്ളം അതിലിങ്ങനെ പോകുന്നുണ്ടോ, ചെളിവെള്ളം പോകുന്നുണ്ടോ. അപ്പൊ കഴുകിന് നല്ലൊരു ഇതാ. നേരിട്ട് നമ്മളെ കപ്പ പോലെ പറിച്ച് തിന്നാനൊന്നും പറ്റില്ല, ഇത് കട്ട ചെളിയാണ് കണ്ടോ. സാധാരണ ചെളീനെ പറിച്ച് കൊണ്ടുവരണം. പക്ഷെ ചെറുതല്ലേ കൂടുതൽ കാട്ടിന് അങ്ങനെ ഒറ്റയ്ക്കാണ്. അതുപോലെ ഉള്ളിലൊക്കെ കയറി കണ്ടോളാൻ പറഞ്ഞു. പക്ഷെ ആകെ ചെളി പെളിയോ, അതായത് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ ബുദ്ധിമുട്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കി നോക്കാം. വാ മുത്ത.
അപ്പുറത്ത് നമ്മൾ ഇടുന്നത് കണ്ടില്ലേ, ഇപ്പുറത്ത് നോക്കിയേ വാഷ് ചെയ്ത് ഇങ്ങനെ വരികയാണ് കേട്ടോ. ആ പാത്ത് ആ ശരിയാണോ ആളെ നോക്കി നടക്കുമ്പോൾ വഴുക്കുന്നു പറയാം, ചെളി ഇങ്ങനെ നടക്കണോണ്ട്. ഇത് കണ്ടോ ക്യാരറ്റ് അവിടെ നിന്ന് മിഷീനുള്ളിൽ താമസിക്കണം കേട്ടോ. അതിനുള്ളിൽ വെള്ളം ഫ്രൈ ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ ഫുള്ള് വരും. എന്നാൽ ഒരു ക്യാരറ്റ് എടുക്കട്ടെ, അതൊന്നും എടുക്കട്ടെ. എങ്ങനെയുണ്ട് മുത്ത? ഫ്രഷ് സാധനം, വറച്ച വഴിക്കുള്ള ക്യാരറ്റാണ്. ഫ്രഷ് എങ്ങനെയുണ്ട്? ഞാനൊരു കടി അടിക്കട്ടെ. ക്യാരറ്റ് ടേസ്റ്റാ. എന്നാ ഓരോ എടുക്കട്ടെ, ചിന്നതാ ഒന്നുകൂടി ചിന്നതെടുക്കട്ടെ. അതെ, നമ്മള് ക്യാരറ്റ് മണ്ണിൽ നടന്നതല്ലേ കാണണേ. എന്താ അണ്ണനോട് നമ്മൾ കേട്ടിട്ടാണ് കേട്ടോ ഇവിടെ കാര്യങ്ങൾ പെർമിഷനൊക്കെ മേടിച്ചു വീഡിയോ എടുക്കാനായിട്ട്. അതിനുശേഷം ആളെല്ലാം പറഞ്ഞു തന്നു. ഇത് പോളിഷിംഗ് അല്ലേ അണ്ണാ? This is cleaning. This machine is polishing. Polishing machine ഇതാണല്ലേ? You can go and see the. You can go there. ഓക്കെ. അപ്പോൾ അവിടെയും പോയിട്ട് കാണാനാണ് പറയുന്നത്. കാണാന്ന് പറഞ്ഞ എല്ലാം വീഡിയോ എടുത്തോളാൻ പറയുന്നുണ്ട് കേട്ടോ. இந்த மிஷினரி ഒക്കെ ரொம்ப ജാസ്തി പൈസയാ വില? ഇത് വന്ന് 48 lakhs. 48 lakhs, 48 ലക്ഷം രൂപയെന്ന് പറയുന്നത് ഈ മെഷീൻ ക്ലീനിങ്ങിനുള്ള സംഭവത്തിന്. 6 lakh വേറെ അഡീഷണൽ. Total expense for this place 1 crore to 25 lakhs. 1,25 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് കേട്ടോ ഈ കാണുന്ന ക്യാരറ്റ് കഴുകി വാഷ് ചെയ്ത് വരുന്ന സംഭവം. നമുക്ക് അവിടെ ക്യാരറ്റിന് 10 രൂപ 20 രൂപ എന്ന് പറയുമ്പോൾ വിലയുണ്ടാവും. കോടികൾ മുടക്കിയിട്ട് വാഷ് ചെയ്ത സാധനങ്ങൾ ക്ലീൻ ചെയ്ത് വരുന്നത് അടിപൊളിയായിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പോളിഷിങ് പ്രോസസ്സിങ് നോക്കി നോക്കാം കേട്ടോ. അതെ ഇവിടെ തരം തിരിക്കുകയാണ് കേട്ടോ ചേച്ചിമാർ. ഇതിലെ വാഷ് ചെയ്ത് പോളിഷിങ് കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സാധനം കേട്ടോ. ചേച്ചിമാർ തരം തിരിക്കുക. ഇത് അടിപൊളി. ഇത് പെരുസ് തരം തിരിക്കുന്നതാ. ഇത് പെരുസ് ബോക്സിൽ പോടുന്നതാ. എന്തോ മെഷീൻ്റെ ശബ്ദം കാണേ പറയുന്നത് ക്ലിയർ ആവണില്ല. പിന്നെ എന്തായാലും വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയ സാധനം ഇങ്ങനെ വരുന്നുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് അണ്ണനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൈസ വാങ്ങി. അതാണ് കുഴപ്പമില്ല. മുത്തിന് വേണോ ഇനി? പരകിരി വേണം. അപ്പന് എടുത്തു തരാം അതെ. എന്നാ ചോദിച്ചതാ നേരത്തെ. അപ്പന് പറഞ്ഞെടുത്തു. അപ്പോൾ ക്യാരറ്റ്. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ ഫുള്ള് ഓരോ ആൾക്കാർ പെട്ടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് തിന്നുമ്പോൾ എപ്പോഴും ചെറിയ ക്യാരറ്റ് നോക്കിയെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റു വലുതായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവാണ്. എത്ര ആൾക്കാരും നിന്ന് പഠിക്കുന്നത് നോക്കി. ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് സ്റ്റാഫിലേക്ക് കൊണ്ടിരിക്കണ്ടോ. എന്തായാലും പണിയുണ്ട്. അത് കയറ്റാനായിട്ട് വേറെ വണ്ടികൾ വരും. അപ്പം കുറച്ച് വണ്ടികളിൽ പ്രോസസ്സ് ചെയ്യാനുള്ള സാധനം കൊണ്ടുവരും. നിന്നാരെ പറയാൻ പറ്റണില്ല. കുറച്ച് വണ്ടിയിൽ പ്രോസസ്സ് ചെയ്യാനുള്ള സാധനം കൊണ്ടുവരും. പിന്നെ അത് വാഷ് ചെയ്ത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഇതേപോലെ കാട്ടിലാക്കിയിട്ട് അതെ. അയ്യോ കളഞ്ഞിട്ട് വരും. അയ്യോ ക്യാരറ്റ് കിടക്ക നോക്കിയ കേട് മുഴുവൻ കളഞ്ഞേക്കുക. കേടുള്ളത് കളയണതാ. നല്ലത് മാത്രം എടുക്കുള്ളൂ അല്ലേ? എൻ്റെ അമ്മ നിങ്ങൾ നോക്കി കിടക്കണേ മൊത്തം കളഞ്ഞിട്ട്. അതേപോലെ എന്തൊക്കെയോ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതാണ് നോക്കിയാ ചെമ്പരിയാടുകൾ അകലെ നേണുണ്ടോ? മുട്ട നോക്കട ആട് നിൽക്കണൊക്കെ അവിടെ നിറച്ചു. ഇതൊരു പുതിയ ഗാർഡനാണ്. അതിന്റെ പേര് കർണാടക ഗാർഡൻ എന്നാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളികൂടെ കയറി വരികയാണെങ്കിൽ ഇത് ആ ബ്രിഡ്ജിന്റെ ഉള്ളികൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് ഫുൾ ഏരിയ നടന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അവിടെ ഒരു കുളമാണ്. പിന്നെ ഇവിടെ ചെറിയ കുളമുണ്ട്. ഇവിടെ ഒക്കെ നിറച്ച് കൃഷി സ്ഥലം. പിന്നെ ഇതേ പ്രോസസ്സിങ് യൂണിറ്റ് ഇതേ അവിടെ വേറെ എന്തോ സംഭവം കൂടി ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ മനസ്സിലായിട്ടില്ല. ഒക്കെ വെള്ളത്തിൻ്റെ പ്ലാന്റുകളാണെന്ന് തോന്നുന്നു. ഈ വെള്ളം റൊട്ടേഷൻ ചെയ്ത് വരാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കണ്ടു.
ക്യാരറ്റിൻ്റെ ഒക്കെ പരിപാടികളും കണ്ടു. എന്തായാലും അടിപൊളി, വലിയ വലിയ ക്യാരറ്റുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. പിന്നെ എത്ര രൂപ വില കാര്യങ്ങളൊന്നും എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇവിടെ ചോദിച്ച് നോക്കി നോക്കാം. ഇവിടെ 1 കിലോ ക്യാരറ്റിന് ഇവർക്ക് 2 രൂപ 5 രൂപയ്ക്കായിട്ട് കിട്ടണത്. ഭയങ്കര ചീപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് വരുന്നത്. അല്ല നേരിട്ട് പറിച്ചു കൊടുക്കുന്ന സാധനത്തിനൊക്കെ ആണെങ്കിൽ നല്ല വില കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെന്നൈയിലേക്ക് കയറ്റി പോകണമെന്ന് പറഞ്ഞ് ഇയാളായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ. അപ്പോൾ അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തായാലും ക്യാരറ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. ഇതേപോലെ തന്നെ മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തായാലും നമ്മളെന്താ പറയുക ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകി എടുത്ത് കൊണ്ടുവന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് നീങ്ങാണ്. നേരെ തേയിലത്തോട്ടാണ് കേട്ടോ മുന്നിൽ കാണുന്നത്. അതിൻ്റെ മുന്നിലാണ് ഈ പ്രോസസ്സിങ് യൂണിറ്റും കാര്യങ്ങളും. ആപ്പിളിന് ഇങ്ങനെയൊന്നും പ്രോസസ്സിങ് ഇല്ല, അതറിയില്ലേ? ആപ്പിൾ മരത്തിൽ നിന്ന് പൊട്ടിക്കുക കഴിക്കുക അത്രേ ഉള്ളൂ പരിപാടി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ മണ്ണായിട്ടുള്ള സാധനം വാഷ് ചെയ്യണ്ടാ ആദ്യം, അതൊക്കെ വാഷ് ചെയ്തെടുക്കണം അതേപോലെ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ആ ചേട്ടനോട് നമ്മൾ താങ്ക്സ് പറഞ്ഞു കൊടുത്ത് നീങ്ങാണ്. ഇനി ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് ഇതേവരെ അടിച്ചിട്ടില്ല. ടൈം കുറച്ചായി, വിശക്കുണ്ട് നന്നായിട്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെ. മുത്ത് എത്ര ക്യാരറ്റ് അടിച്ചതാ? 2 മതിയാ? ഇനി ക്യാരറ്റ് വേണം? വേണ്ട, വേണമെങ്കിൽ ക്യാരറ്റ് 2 ക്യാരറ്റ് കടി ചോദിച്ചു കഴിഞ്ഞാൽ തരും കേട്ടോ. പ്രശ്നമൊന്നുമില്ല. എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. അതായത് വിഷയമുള്ള കേസല്ല. മഴയാണ്, മഴ കണ്ടോ? മഴ ചാറിക്കൊണ്ടിരിക്കുക ഇവിടെ. നാളെ മഴയില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റും അതുപോലെ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ പരിപാടി ബാക്കിയുള്ള കാര്യങ്ങൾ കാണാനുള്ള എന്തൊക്കെയാണ് ഊട്ടിയിലെ കാഴ്ചകൾ പ്രത്യക്ഷത്തിൽ അതായത് സാധാരണ കാണുന്ന കാഴ്ചകളല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട് കാഴ്ചകൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് അതൊക്കെ കാണാം. ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്കൊക്കെ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല വ്യൂ ആയിട്ട് നിൽക്കാൻ, നടക്കാൻ പറ്റാണ്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും 2 കാറ്റഗറിയും കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് നീങ്ങണം കേട്ടോ. ഓക്കെ, ക്യാരറ്റിന് നല്ല മധുരമുണ്ട് കേട്ടോ, ഫ്രഷ്നെസ്സും. പിന്നെ ഇത് കഴിക്കണോണ്ടുള്ള ഗുണം മുടി സ്ട്രോങ് ആവും, നിറം വെക്കും, കണ്ണ് കാണും, കണ്ണിന് ക്ലാരിറ്റി കൂടും. അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട് പൊട്ടിച്ച അപ്പം തന്നെയുള്ള ക്യാരറ്റിന്. ഞാൻ അതിൽ നിന്ന് തെരഞ്ഞിട്ട് എന്താ പറയുക ഇങ്ങനെ കഴിക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വണ്ണം കുറഞ്ഞിട്ട് നീളത്തിലുള്ളത് അടിപൊളി നല്ല മധുരമുള്ള ക്യാരറ്റ് കേട്ടോ. ഇനി ആർക്കും ചായ വേണ്ടല്ലോ? ചായ ഉച്ചക്ക് ഫുഡ് കഴിക്കണം. സമയം 2 മണിയായി. അയ്യോ, അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ തപ്പി മടുത്തു. ഒക്കെ വെജിറ്റേറിയൻ ഹോട്ടലാണ്. പിന്നെ വെജിറ്റേറിയൻ അല്ലാത്ത ഹോട്ടലാണെങ്കിൽ ഒക്കെ ഇങ്ങനെ ചെറിയ തട്ടുകട പോലത്തെ സെറ്റപ്പ് വന്നിട്ട് ഒരു ജെ ഹോട്ടൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കുകയാണ് നോക്കിയിട്ട്. 5 മിനിറ്റ്സ് വാക്കിംഗ് എന്നൊക്കെ പറയണ്ട അയാൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഊട്ടിയിലൂടെ ഇങ്ങനെ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ തേരാപ്പാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അത് തന്നെയല്ല ചെറിയ മഴ വീണ്ടും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. എന്താ അപ്പോൾ നമ്മൾ അങ്ങനെ ഈശ്വര ഓട്ടോറിക്ഷ എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒതുങ്ങി കിടക്ക്. അപ്പോൾ എന്തായാലും 5 മിനിറ്റ്സ് വാക്കിങ്. അവിടെ ജയയുടെ അവിടേക്ക് പോവാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ 3 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 3 ചിക്കൻ ബിരിയാണി വന്ന് വിത്ത് എഗ് എന്ന് പ്രത്യേകം പറയണം അല്ലേ? ശരിക്കും പറ എന്താ പിന്നെന്താ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയണമെന്ന് പറഞ്ഞല്ലോ. ഗ്രേവി സർവാസും നമ്മൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ള അതേ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ. ഇവിടെ തമിഴ്നാടാണെങ്കിലും ഊട്ടിയിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ബിരിയാണിക്ക് നല്ല എന്താ പറയുക സ്പൈസി ആയിട്ട് ഇന്നലെ കഴിച്ച അതേപോലെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അത് അവർ ചിക്കൻ്റെ കൂടെയാണ് കേട്ടോ ഈ ബിരിയാണിയുടെ അരി വേവിക്കണം. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് കഴിക്കണം കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞു. എല്ലാവരും ഫിനിഷ് ചെയ്തു. ഫുള്ള് ഒരു തുണ്ട് പോലും ബാക്കി വയ്ക്കാതെ അല്ലേ? സാധാരണ നമ്മുടെ അവിടെ കിട്ടുന്ന ബിരിയാണിയിലൊക്കെ പകുതി വശിപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ബിരിയാണി കഴിച്ചത് പോലത്തെ ഒരു ഫീലുള്ളൂ. അല്ലാണ്ട് വയറ് പറഞ്ഞു അല്ലാണ്ട് മതി മുത്തായിരുന്നു. ഇനി അവൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മൊത്തം ചെയ്യും. പിന്നെ വീട്ടിൽ വെക്കുന്ന ബിരിയാണിയുടെ സെയിം ടേസ്റ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഇഷ്ടമാണ് അല്ലേ മുത്തേ? മനസ്സിലായി, കണ്ടുപിടിച്ചു കൊച്ചു കള്ളൻ. ഇതൊക്കെയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടമായിട്ട് വയ്യ. വെറുതെ ഇരുന്ന് ചിരിക്കാൻ. അത് കേട്ടപ്പോൾ വെറുതെ
അല്ല ഞാൻ വെക്കാറുണ്ട് കുക്കറിലിട്ടിട്ട് ഒരുമിച്ച് വേവിക്കണം ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ്. അതെ അതിന് ഞാൻ കുക്കർ ബിരിയാണി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ, അല്ലാണ്ട് തമാശക്ക് പറഞ്ഞൊന്നുമല്ല. നീ എന്തിനാണ് അപ്പൊ അമ്മേനെ പൊക്കിയടിക്കാൻ വേണ്ടി വെറുതെ അടിക്കണമെന്ന് പറഞ്ഞത്? സത്യമല്ല ഞാൻ പറഞ്ഞത്, മോത്തിരിക്കണം. കഴിഞ്ഞാ? അപ്പൊ ഇവിടുത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നീങ്ങാണ് കേട്ടോ. ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മഴയത്ത് നടന്ന് ദേ ഇവിടം വരെ എത്തിയിട്ടത് അവിടെ പൊടിയായി. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത സൈസ് മഴ തന്നെയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ മടുത്തു എന്ന് പറയില്ലേ, അപ്പൊ അതാണ്. അപ്പൊ ഞങ്ങൾ നേരെ 2-3 ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ മഴയാന്ന് പറയണത്. അപ്പൊ എന്തായാലും ഞങ്ങൾ മടുത്തിട്ട് ഇനിയിപ്പോ പുറത്തിറങ്ങാൻ രക്ഷയില്ല. മുത്തിന് ബോട്ടിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞ ഫീലിങ്സ് ആയിട്ട് മുത്തിന് ഇരിക്കണേ. അപ്പൊ നാളെ മുത്തിനെ ബോട്ടിങ്ങിന് കൊണ്ടുപോകും. പിന്നെ എവിടെ പോവാ? ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെയുള്ള സ്ഥലം, കുതിരപ്പുറത്ത് കയറി, ഇതൊക്കെ മുത്തിന് നാളെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോ ഇനിയിപ്പോ ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നാമത് തന്നെ ആകെ ചാറ്റ മഴയും കാര്യങ്ങളും വണ്ടിയും ബ്ലോക്കും കണ്ടോ കണ്ടോ. നടക്കാനും പറ്റില്ല, മാർക്കറ്റിന്റെ ഉള്ളിലൊക്കെ നടക്കുവാണെങ്കിൽ തന്നെ എവിടെ ഇടയ്ക്ക് പോയാലും ഒക്കെ ചെളിയാണ്. അപ്പൊ നാളെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കേട്ടാ. അപ്പൊ അടുത്ത ദിവസം അങ്ങനെ മുത്തിന്റെ ആഗ്രഹമായ ബോട്ടിങ് നടക്കുകയാണ്. മുത്ത് ഏറ്റവും ഫ്രണ്ടില് സീറ്റ് പിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എങ്ങനെയാന്ന് മനസ്സിലായോ? ആളോട് ചോദിക്കേ. ഹാപ്പി ആയില്ലേ? ഹാപ്പി? ഒരു സൈഡിൽ നിന്ന് തിന്നോടേക്കോ.